ഹലോ, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്നത്തെ റെസിപ്പി ഒരു മട്ടൻ്റെ പാർട്സ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അതെങ്ങനെ തയ്യാറാക്കണം നമുക്ക് നോക്കാം. മട്ടൻ്റെ കിഡ്നി, ലിവർ, നെയ്യ്, കുറച്ച് ഫാറ്റ് അതൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ആവശ്യത്തിന് മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി എന്നിവയൊക്കെ ചൂടാക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊടികളൊക്കെ ചൂടാക്കണ വീഡിയോ കുറേ ഇട്ടിട്ടുണ്ട്, അതാണ് പിന്നെ അത് കാണിക്കാത്തത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ആരോഗ്യത്തിന്. അത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ അത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 വിസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 8 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ്, നന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി എന്തായിട്ടും ഇതിൽ ചേർക്കണം കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി മാത്രം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ സവാളയും ചെറിയുള്ളിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാളയ്ക്കൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. സവാളയ്ക്കൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് അടച്ചു വെച്ച് അതും വേവിച്ചെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ലിവർ, മട്ടൻ്റെ ലിവർ ഒക്കെ ഈ പ്രസവിച്ച് കഴിഞ്ഞ സ്ത്രീകൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു കൊല ലിവറാണ് മേടിച്ച് വയ്ക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വരട്ടിയിട്ട് കഴിക്കും. നല്ലതാണ് കേട്ടോ അത് കഴിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വേവാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച മട്ടൺ പാർട്സ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം 2 വിസിലടിച്ചു, പക്ഷേ ഒരു 4 വിസിൽ കേട്ടോ. നിങ്ങളുടെ കുക്കറിൻ്റെ ഇതിന് നോക്കി, കുക്കർ എങ്ങനെയാണ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് വെന്തോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കൊള്ളിയുടെ കൂടെ കഴിക്കാനാണ് എടുക്കുന്നത് കേട്ടോ. കുറച്ച് ഗ്രേവി ആക്കിയിട്ടാണ് എടുക്കുന്നത്. കൊള്ളിയുടെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കൊള്ളി വെറുതെ ഉപ്പിട്ടിട്ട് വേവിച്ച് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞ് ഒന്നിങ്ങനെ ഉടച്ച് കൊടുത്ത് ഈ ഗ്രേവിയും മട്ടൻ്റെ പാർട്സൊക്കെ കൂടിയിട്ട് അതിനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ കൊള്ളിമുട്ടയൊക്കെ ചെയ്യില്ലേ, അതുപോലെ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. എന്നിട്ട് അതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഒക്കെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ മട്ടൺ പാർട്സിൻ്റെ ഗ്രേവി റെഡി ആവാറായിട്ടുണ്ട്. അവസാനമായിട്ട് അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ മരുന്നൊക്കെ ചേർക്കുമ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കണം, നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ അവസാനമായിട്ട് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ്റെ പാർട്സ് ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവും. മട്ടൻ്റെ പാർട്സ് എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.